മോശമായിരുന്നു. കൊള്ളത്തില്ല. പേര് പടത്തിനകത്ത് തന്നെ എന്താ പറയാ, ലൈക്ക് സീറോ ടോളറൻസ് എന്ന് പറഞ്ഞ പടം ഇറക്കിയേക്കണം. ശങ്കർ സേനാപതി കൊന്ന്, വേറൊന്നും പറയല്ല. ശങ്കറിന് സിനിമ പിടിക്കാൻ മറന്നു തോന്നുന്നു. ചേട്ടാ കളഞ്ഞിട്ട് പോയാണ്, ശങ്കർ പണിയൊക്കെ നിർത്തിയിട്ട് പോകാനാണ് ഞാൻ പറയുന്നത്. ക്ലൈമാക്സ് ഫൈറ്റ് പറഞ്ഞ സമയമായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നിട്ട് എങ്ങനെ ഇരുന്നിട്ടും ചേട്ടാ കഴിഞ്ഞിട്ടില്ലേ, അടുത്ത പാട്ട് കൂടെ കണ്ടാൽ എന്തെങ്കിലും പറയാൻ പറ്റും. ഹൈലി ഡിസപ്പോയിൻമെന്റ് ആണ് പടം. ഫസ്റ്റ് പാർട്ട് എടുത്ത പോലെ അല്ല. സൂപ്പറായിരിക്കും, അടിപൊളിയാ, കുഴപ്പമില്ല. നല്ല പടം, നല്ല സൂപ്പർ സിനിമ. പടം കൊള്ളാം, നല്ല അടിപൊളി പടം. ഇപ്പോൾ ഉള്ള കാലത്തിലുള്ള ന്യായങ്ങളെ തട്ടിക്കേക്കണം, ഇങ്ങനെ പോലെ ആൾ വരണം. വലിയ ഇതൊന്നും ഇല്ല, തേർഡ് പാർട്ടിൽ വല്ലതും കാണാം, കുഴപ്പമില്ല, നല്ല പടം. அது எப்படி நான் எப்படி சொல்ல முடியும்? படம் நல்லா இருக்கு. அடுத்து பார்ட் 3 வருது, அதுவும் சூப்பராக இருக்கும். அது என்ன கதைன்னு கடைசியில் காமிச்சிருவாங்க. நல்லா இருக்கு படம், ஃபர்ஸ்ட் கிளாஸாக இருக்கு படம். ஃபர்ஸ்ட் சொல்கிறது செகண்ட் படம் சூப்பராக இருக்கு. அதில் உள்ளது போகிறாங்க. கிளைமேக்ஸ் ஃபைட் பாருங்க செம்மையாக இருக்கும். ஃபர்ஸ்ட் ஹாஃப் ஸ்டார்டிங்கில் ஸ்பீடாக தான் இருக்கும். கமலஹாசன் ஆட்டிக்கிட்டு பயங்கரம். கிளைமேக்ஸ் ஃபைட்டு மிஞ்சிட்டு தெறிக்க விடுது படம் பாருங்க. பார்ட் 3 வந்தாலே படம் காணாம കൊള്ളൂല്ല ബ്രോ, പടം ആവറേജ്. അഫ്കോഴ്സ് ദുരന്തമാണ്, ഒന്നുമില്ല. ഇത് ചേട്ടാ കളഞ്ഞിട്ട് പോയാണ്, ശങ്കർ പണിയൊക്കെ നിർത്തിയിട്ട് പോകാനാണ് ഞാൻ പറയുന്നത്. ബ്രോ കുഴപ്പമില്ല, കൊള്ളാം. പക്ഷേ ഇതിൻ്റെ തേർഡ് പാർട്ട് വരുന്നുണ്ട് 2025. അതായിരിക്കും അടിപൊളി, കുറച്ചുകൂടെ ബെറ്റർ. സോ ഇതിൻ്റെ പഴയ ഫ്രീഡം ഫൈറ്റിംഗ് കഥയെല്ലാം അതിൽ വരും. അല്ല ഒന്നും വലിയ കാര്യമില്ല, ഫസ്റ്റിന് അത്ര ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. ശങ്കറിൻ്റെ ചരിത്ര സിനിമയിൽ ഇതുപോലൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. കുറേ സിനിമ ഉണ്ട്. ഇപ്പം നിങ്ങൾ സിനിമ ഫസ്റ്റ് ഹാഫ് ടൈം കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് വന്നിട്ട് എങ്ങനെ ഇരുന്നിട്ടും. പക്ഷെ പെട്ടെന്ന് വെച്ച് സിനിമയിൽ കുറച്ച് ആക്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ഈ ജാക്കി ചാൻ കാട്ടുന്നുണ്ടല്ലോ, അതിൽ ഓരോ മന്ത്രകല്ലുണ്ടല്ലോ, അതുപോലെ കമലഹാസൻ്റെ 2 വിരലിലുണ്ട്. ആട് മയിൽ കളമറില്ല, സിനിമ കുഴപ്പമില്ല. പക്ഷെ നല്ല ലാഗുണ്ട്, നല്ല ലാഗ് അടിക്കും സിനിമ. നമ്മൾ ഇരുന്ന് പിന്നെ മൊത്തം സിനിമ ഹൈലൈറ്റ് എന്ന് പറയുന്ന കുതിരയാണ്. നിങ്ങൾ കാണുക, കുതിര ഓട് സിനിമയിൽ. പിന്നെ രജനീകാന്തെ കൊണ്ട് ക്യാമിയായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. നല്ല സിനിമ, സന്തോഷമായിട്ടിരിക്കും. ഉള്ളു ചേട്ടാ കഴിഞ്ഞിട്ടില്ലേ, അടുത്ത പാട്ട് കൂടെ കണ്ടാൽ എന്തെങ്കിലും പറയാൻ പറ്റും. പോരാ കൊള്ളത്തില്ല. കുഴപ്പമില്ല, ശങ്കറിൻ്റെ സ്ഥിരം ഫോർമുല തന്നെ, അല്ലാതെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. ഞാൻ ട്രെയിലർ കാണിച്ചിട്ടുണ്ട്, അതെന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലേ ഉള്ളൂ. അത് പണ്ടത്തെ ഒരു നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പുള്ളൊരു ഇതാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ നശിപ്പിച്ച് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പം എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയത്. അപ്പം അതേ ഒരു ജനറേഷൻ ഗ്യാപ്പിലുള്ള ഒരു ഇതുണ്ട്, അതേ സെയിം ഫോർമുല തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആവറേജ് പടമായിരുന്നു, മോശമായിരുന്നു. നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടാണ് എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലോ വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കമലഹാസനായിരുന്നു ആകെ ഉണ്ടായിരുന്നു. കൊള്ളത്തില്ല. പേര് പടത്തിനകത്ത് തന്നെ എന്താ പറയാ, ലൈക്ക് സീറോ ടോളറൻസ് എന്ന് പറഞ്ഞ പടം ഇറക്കിയേക്കണത്. നമുക്ക് തിയേറ്ററിൽ നിന്ന് സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റൂല. പടം ഭയങ്കര മോശം. എങ്ങനെ ഇരിക്കണ്ടേ ആൾക്കാർ കൂവാത്തതൊക്കെ ഇടയ്ക്ക് കുറെ അപരാധം കാണിച്ചു വെക്കുന്നുണ്ട് കമലഹാസൻ. ഹൈലി ഡിസപ്പോയിൻമെന്റ് ആണ് പടം. ഫസ്റ്റ് പാർട്ട് എടുത്ത പോലെ അല്ല ഫസ്റ്റ് പാർട്ടിനെ പോലെ തന്നെ എടുത്ത് വെച്ചിരിക്കണം. പിന്നെ തേർഡ് പാർട്ട് എന്തായാലും കാണാൻ വരുമെന്ന് തോന്നുന്നില്ല. കാരണം കമലഹാസൻ പോരാ, ക്യാരക്ടേഴ്സ് ഒന്നും പോരാ, ഭയങ്കര വീക്ക്. എന്നാൽ ഫസ്റ്റ് എടുത്ത അതേ പാർട്ടിൻ്റെ തന്നെ എടുത്ത് സെക്കൻഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഹൈലി ഡിസപ്പോയിൻമെൻറ്റാണ്. ആവറേജ് മൂവിയാണ്. വല്ല ശങ്കർ ബ്രില്യൻസ് ആയിട്ട് എടുത്തു പറയുക ഒന്നുമില്ല. പിന്നെ പാട്ട് ശങ്കർ ബ്രില്യൻസ് ആയിട്ട് എടുത്തു പറയാൻ 2 സോങ്സ് ഉണ്ട് തുടക്കം. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഫസ്റ്റിനെ അതേ പറയാൻ പറ്റത്തുള്ളൂ. ശങ്കർ ബ്രില്യൻസ് ആയിട്ട് എടുത്ത് പറയുക ഒന്നുമില്ല. പിന്നെ നമ്മളെ മനോബാല, വിവേക്, നെടുമുടി അവരെയൊക്കെ സ്മരിക്കുന്നുണ്ട്, അവരെ 3 പേരെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ പറയത്തൊന്നുമില്ല, ആവറേജ് മൂവിയാണ്. ആവറേജ് ആണ്. പിന്നെ ശങ്കറിൻ്റെ ഒരു ഇത് എത്തിയിട്ടില്ല. പിന്നെ തേർഡ് പാർട്ടിൻ്റെ ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ്സ് ഉണ്ട്. അത് മുഴുനീളം ഉണ്ടെങ്കിൽ തേർഡ് പാർട്ട് ബെറ്റർ ആയിരിക്കും. ഇത് വെറും ആവറേജ് ആയിപ്പോയി. ശങ്കറിൻ്റെ ഒരു മാനറിസംസ് ഈ പടത്തിലില്ല. കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് കൊള്ളാം. അവരെ വന്നതിൻ്റെ ഒരു ഇതില്ല, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കൊള്ളാം. ഈ വർഷത്തെ ഏറ്റവും പരട്ട പടം. ശങ്കറിന് സിനിമ പിടിക്കാൻ മറന്നുപോയി തോന്നുന്നു. ഫസ്റ്റ് നശിപ്പിച്ച അയാൾക്ക് മറന്നുപോയി. ഇതല്ല പടം, വേറൊന്നും. ശങ്കർ സേനാപതി കൊന്ന്, വേറൊന്നും പറയല്ല. അടുത്ത പാർട്ടിൽ കാണാം. കാരണം ശങ്കർ പകുതി പറഞ്ഞു വെച്ചേക്കുകയാണ്, അടുത്ത പാർട്ടിൽ ബാക്കി കാണാൻ പറ്റും. അല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. വണ്ടർഫുൾ മേക്കിംഗ്. ശങ്കർ ഓൾവേസ് എ ഗുഡ്. കൊള്ളൂല. പണ്ടത്തെ ഇന്ത്യൻ ഫസ്റ്റ് ഇല്ലേ, അതേ സെയിം പാറ്റേണിൽ എടുത്തേക്കണം. അപ്പോൾ വേറെ നമുക്കൊന്നും ഇല്ല, അതിനകത്ത് കാണാനൊന്നുമില്ല. ഫസ്റ്റ് പാർട്ട് നശിപ്പിച്ചായിട്ട് തോന്നൂല. എന്നാൽ തേർഡ് ഇറങ്ങുമ്പോൾ അറിയാം, തേർഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. തേർഡ് ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റില്ല എങ്ങനെ ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് അധികം കൊള്ളൂല. കമലഹാസൻ കുഴപ്പമില്ല, കാണുന്നുണ്ട്, പക്ഷേ അവനെ മാത്രമേ ഉള്ളൂ.